ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തെക്കുറിച്ചുള്ള വിവാദ പ്രതികരണത്തിൽ വിശദീകരണവുമായി യൂട്യൂബറായ പേളി മാണി തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് പേളിയുടെ വിശദീകരണം. ഡൽഹിയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കാൻ തനിക്ക് സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നും താൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത രീതിയിലേക്ക് വാക്കുകളെ വളച്ചൊടിച്ചുവെന്നും പേളി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയാണ് താൻ പങ്കുവച്ചതെന്നും തന്റെ മാത്രം അഭിപ്രായമായിരുന്നു അതെന്നും പേളി മാണി വ്യക്തമാക്കി. പരാജയപ്പെട്ട സംവിധായകൻ എന്ന പ്രയോഗം സിബി മലയിലിനെ കുറിച്ചുള്ളതല്ല, താൻ സിബി മലയിലിന്റെ വലിയ ആരാധികയാണെന്നും പേളി വീഡിയോയിലൂടെ പറഞ്ഞു. വിശദീകരണ വീഡിയോയ്ക്ക് താഴെ അതിരൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. വിവാദ പ്രതികരണങ്ങളിലെ വിശദീകരണത്തിലും ഉരുണ്ടു കളിക്കുകയാണോ പേളി മാണി? കാണാം ആദ്യ എക്സ്ട്രാ. CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിവാദ പോസ്റ്റുകളിലാണ് നടിയും അവതാരകയുമായ പേളി മാണിയുടെ വിശദീകരണം. തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടുവെന്നും സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കുന്ന പോലെയാണ് പോസ്റ്റെന്ന് പ്രചരിപ്പിക്കപ്പെട്ടതിൽ തനിക്ക് അതിയായ വിഷമമുണ്ടെന്നും പേളി പറഞ്ഞു. താൻ പങ്കുവച്ച പോസ്റ്റിലെ ഓരോ വാക്കുകളുടെയും അർത്ഥം വിശദീകരിച്ചുകൊണ്ടാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളോട് പ്രതിഷേധം അവസാനിപ്പിച്ച് വീട്ടിൽ പോകാൻ പറയാൻ താൻ ആരുമല്ല. സുതാര്യവും തുല്യതയും ഉറപ്പാക്കുന്ന വിദ്യാഭ്യാസ സംവിധാനം കുട്ടികളുടെ അവകാശമാണെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നും പേളി മാണി പറഞ്ഞു. സംവിധായകൻ സിബി മലയിലിനെ പരാജയപ്പെട്ട സംവിധായകൻ എന്ന് വിളിച്ചുവെന്ന ആരോപണത്തോടും പേളി മാണി പ്രതികരിച്ചു. താൻ സിബി മലയിലിനെ അപമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ ആരാധികയാണെന്നും പേളി മാണി പറഞ്ഞു. പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തിന് പിന്നാലെ പേളി മാണിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. ഏകദേശം 5 ലക്ഷത്തോളം പേർ പേളി മാണിയെ അൺഫോളോ ചെയ്തെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി പേളി മാണി രംഗത്തെത്തിയത്. RDX റാപ്പ് ന്യൂസ് മലയാളം. പലരും എന്താണ് അവരുടെ രാഷ്ട്രീയമെന്നും അവരുടെ നിലപാട് എന്നും ഒക്കെ തെളിഞ്ഞ ഒരു കാലമാണ് ഈ ജന്തർ മന്തർ സമരകാലം. ആ സമയത്ത് വന്ന ഒരു പ്രതികരണം, ഏറെ വിവാദമായ പ്രതികരണം, ചർച്ചയായ പ്രതികരണം എന്ന് മാത്രമല്ല, ഏതാണ്ട് 4-5 ലക്ഷം പേര് ഈ അൺഫോളോ ചെയ്തു എന്നതുകൂടിയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമാണ് ഈ പ്രതികരണം വരുന്നത്. എത്രത്തോളം ആത്മാർത്ഥമാണ് ഈ പ്രതികരണം എന്നാണ് സനീഷിന് തോന്നുന്നത്? അല്ല, ആത്മാർത്ഥത ഇല്ലാത്തൊരു പ്രതികരണമായിട്ട് തോന്നി. അതായത് ഒന്ന്, അവർ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പം രമേശ് പിഷാരടി കോൺഗ്രസ്സുകാരനാണ് താൻ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇപ്പോൾ മത്സരിച്ചു. നേരത്തെ മുതലേ അദ്ദേഹം മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ്സുകാരനാണ് താൻ എന്ന് പറയും. ഉണ്ണി മുകുന്ദൻ, ഞാൻ പിന്നെ BJP കാരനാണ്, ഞാൻ ഈ രാഷ്ട്രീയത്തോടൊപ്പമാണ്, നരേന്ദ്രമോദി എൻ്റെ നേതാവാണെന്ന് നല്ല ആർജവത്തോടെ പറയുന്ന ആളാണ്. റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ, ഞാൻ എല്ലാ ദിവസവും നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേക തരത്തിലുള്ള ഇടപെടൽ ഇവിടെ കാണാം. അദ്ദേഹം ഞാൻ ബിഗ് ബോസിലൊക്കെ താരമായിരുന്നു, അദ്ദേഹം ഞാൻ BJP ആണ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ എല്ലാവരും അങ്ങനെ രാഷ്ട്രീയം പറയുക എന്നുള്ള തെറ്റായ കാര്യമായിട്ടല്ല. പക്ഷെ ഇവർ ഒരു 1-2 ലക്ഷം ആളുകൾ പിന്നോട്ടടിച്ചപ്പോൾ അപ്പം തന്നെ അവരുടെ രാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞു കളഞ്ഞു. അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് വ്യക്തമായല്ലോ മനുഷ്യർക്ക്. അതായത് അവർ ഇത്രയും പ്രധാനപ്പെട്ടൊരു വിഷയം വന്നപ്പോൾ അവർ ഞാൻ കാവ്യാണ് എന്ന് തന്നെ പറഞ്ഞു. അവർ BJP കാരിയാണ്, സംഘപരിവാര രാഷ്ട്രീയത്തോടൊപ്പമാണ്, നരേന്ദ്രമോദിയാണ് അവരുടെ നേതാവ്. ഒരു തെറ്റുമില്ല, എല്ലാവർക്കും രാഷ്ട്രീയ നിലപാടെടുക്കുക. അതെന്താ തെറ്റ്? നമ്മുടെ നാട്ടിലെ ആളുകൾ BJPയും കോൺഗ്രസും CPM ആയിട്ടല്ലേ ജീവിക്കുന്നത്. പക്ഷെ അവരുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞപ്പോൾ അതിനെ തള്ളിപ്പറഞ്ഞു കളഞ്ഞു. ആ ആത്മാർത്ഥതയില്ലായ്മ എനിക്ക് അതിനകത്ത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ സിബി മലയിലിൻ്റെ പേര് കൂടി കടന്നു വന്നു എന്നുള്ളതുണ്ടല്ലോ. സിബി മലയിൽ, ഞാൻ സിബി മലയിലിൻ്റെ വലിയ ആരാധികയാണ്. സിബി മലയിലിനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, എനിക്കെതിരെ ഇവിടെ വലിയ കമൻ്റ് ഇട്ട ആളെ ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞു. അതാരാണ്? സിബി മലയിലിൻ്റെ മകൻ. ആ പേരിലെ സിബി മലയിൽ കണ്ടപ്പോഴാണ് ഓക്കെ, അപ്പോൾ ഇത് സിബി മലയിലായിരിക്കുമെന്ന് കരുതി ആ മറുപടി ഇട്ടത്. അത് എന്താണ്, ഫെയിൽഡ് ഡയറക്ടർ എന്നുള്ള പരാമർശം നടത്തിയത്. അത് സിബി മലയിലാണെന്ന് അറിയാതെ അങ്ങനെ ഒരു പരാമർശം വരും? സിബി മലയിലിൻ്റെ ആരാധികയായിരിക്കെ അപ്പോൾ ഏത് ഫീൽഡ് ഡയറക്ടറെ കുറിച്ചാണ് കമന്റ് ഇട്ടിരിക്കുന്നത്? അത് ഡയറക്ടറാണോ മകൻ? അല്ല. അപ്പോൾ അതല്ല, ഇത് മകനെ കുറിച്ചാണ് അല്ല പരാമർശം, മകനെ കുറിച്ചാണെന്ന് അവരിപ്പോൾ പറയുന്നു. പക്ഷേ ഇത് സിബി മലയിലാണെന്ന് കരുതി തന്നെയാണ് അവർ ആ പരാമർശം നടത്തിയത്. അതുകൊണ്ട് സിബി മലയിലിന് വലിയ ബഹുമാനമൊക്കെയുണ്ട്, അദ്ദേഹത്തെക്കുറിച്ചല്ല, ആ കമൻ്റിട്ട ആളെക്കുറിച്ചാണ് എന്ന് ഇപ്പോൾ പറയുമ്പോൾ ആ കമൻ്റിട്ട ആളെ തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള പരാമർശമാണ്. അവർ തിരിച്ചറിയുന്നതിന് മുമ്പ് അത് സിബി മലയിലാണെന്ന് കരുതി തന്നെയാണ് ഫെയിൽഡ് ഡയറക്ടർ എന്നൊക്കെ വിശേഷിപ്പിച്ച് കടന്നാക്രമിച്ചത്. അതായത് സിബി മലയിലായാലും ഞാൻ ഇങ്ങനെ തന്നെ പ്രതികരിക്കും എന്ന മട്ടിൽ തന്നെയാണെന്ന് പ്രതികരിച്ചത്. അതിനുശേഷം വലിയ വിമർശനം ഉണ്ടായി. സിബി മലയിലിനെ എങ്ങനെയാണ് അങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയുക? ഈ പറഞ്ഞ മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒക്കെ ഏറ്റവും മികച്ച സിനിമകൾ സമ്മാനിച്ച ഒരു സംവിധായകനെ എങ്ങനെയാണ് അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റുക? ക്രിസ്റ്റഫർ നോളനെ ഫെയിൽഡ് ഡയറക്ടർ എന്ന് വിളിക്കേണ്ടി. പ്രിയദർശനും സിബി മലയിലുമാണ് മലയാള സിനിമയുടെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഹിറ്റുകൾ ഉണ്ടാക്കിയ ആളുകൾ എന്ന് അറിഞ്ഞുകൂടാത്തത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഈ പ്രതികരണം എന്നാണ് സനീഷ് പറഞ്ഞതുപോലെ ഫോളോവേഴ്സ് കുറഞ്ഞപ്പോൾ, അത് മാത്രമല്ല ആ നിലയ്ക്ക് ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് വന്നോ
എന്നുള്ള ഒരു ആശങ്കയൊക്കെ കൊണ്ട് ആ ആശങ്കയുടെ തള്ളിച്ചയിൽ വന്ന ഒരു പ്രതികരണമായി ഇപ്പൊ മാത്രം അവരുടെ ഫോളോവേഴ്സും പോയി, പാർട്ടി ഇതാണല്ലോ എന്ന് അറിഞ്ഞിട്ടില്ല പാർട്ടിക്കാരായുള്ള ഫോളോവേഴ്സും പോയി. അതാണ് അതെ. അപ്പുറത്ത് കുറച്ചുപേര് തിരിച്ച് ഇത് കണ്ടിട്ട് വന്നിട്ടും ഉണ്ടാവുമല്ലോ. ഈ പ്രിയപ്പെട്ട നിറം കണ്ട് കുറച്ചുപേര് വന്നിട്ടുണ്ടാവും, അവര് പോയിട്ട് പോകും. അതാണ് അതിന്റെ ആവശ്യമില്ലായിരുന്നു. എന്തായാലും അല്ലാതെ നന്നായി ആളുകളെ എൻഗേജ് ചെയ്യിക്കുന്ന കണ്ടന്റൊക്കെ ഇടുന്ന അങ്ങനെ ഒരാളാണ് പേളി മാണി. പക്ഷേ ഈ വിഷയത്തിലെ നിലപാടിൽ സംഗതി ആകെ പാളിപ്പോയി. മാത്രമല്ല, ഇതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. രഞ്ജിനി ഹരിദാസ്, പേളി മാണിയും രഞ്ജിനി ഹരിദാസും ഒരുമിച്ച് ഒരു ബിഗ് ബോസിൽ പങ്കെടുത്തുകൊണ്ടാണ് പേളി മാണി ഈ ചിത്രത്തിൽ ഇങ്ങനെ പറയുന്നത്. രഞ്ജിനി ഹരിദാസ് അതിന് മുമ്പ് തന്നെ ആളുകൾക്ക് അറിയാം. പക്ഷേ ഇവർ രണ്ടുപേരും ഇങ്ങനെ നിറഞ്ഞു നിന്ന ഒരു ബിഗ് ബോസ് കാലമായിരുന്നു അത്. അപ്പോൾ അതിനുശേഷം അന്ന് ഇവർ തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടിയിട്ടുണ്ട് അവിടെ. അതിനുശേഷം ഇത്രയോ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ രഞ്ജിനി ഹരിദാസ് സ്വീകരിച്ച നിലപാട് കൂടിയാണ് ഇത്തവണ പേളി മാണിയുടെ നിലപാടിനെ ഇത്രയും ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. കാരണം രഞ്ജിനി ഹരിദാസ് ആദ്യം മുതൽ അവിടെ പോയി ആ ദിവസം സമരത്തിൽ പങ്കെടുത്തയാളാണല്ലോ. ബന്ദർ സമരത്തിൽ പങ്കെടുത്തിട്ട് വന്നിട്ട് ആളാണ്. രഞ്ജിനി ഹരിദാസിനൊപ്പം ഉണ്ടായിരുന്ന ആൾക്കെതിരെയാണ് ഇപ്പോൾ കേസും വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു നിലപാട് ഈ വിഷയത്തിലുണ്ട്. ഇവരുടെ നിലപാട് ഇങ്ങനെയുമാണ്. പിന്നെ ഞാൻ പറഞ്ഞ റോബിൻ രാധാകൃഷ്ണൻ ഇപ്പൊ മറ്റൊരു വാർത്ത ഉണ്ടാക്കുക, അഖിൽ മാരാറ്, ഈ പേളി മാണി ബിഗ് ബോസ് ഒരു ചില്ലറ കളിയല്ല. ബിഗ് ബോസ് ആളുകളെ പ്രശസ്തരാക്കുന്നു. ആ പ്രശസ്തി പല തലത്തിൽ പിന്നെ ഇങ്ങനെ പ്രസരിക്കുന്നു എന്നുള്ളതാണ്. ക്ഷമാപണം നടത്തിയിട്ടും പേളി മാണിയുടെ വിശദീകരണ വീഡിയോയ്ക്ക് താഴെ അതിരൂക്ഷ വിമർശനം തുടരുകയാണ്. പേളിയുടെ ക്ഷമാപണത്തിൽ ആത്മാർത്ഥതയില്ല എന്നാണ് വിമർശകർ ഉയർത്തുന്ന വാദം. പറഞ്ഞത് തെറ്റിപ്പോയത് കൊണ്ടല്ല, മറിച്ച് ഫോളോവേഴ്സ് വളരെയധികം കുറഞ്ഞതുകൊണ്ടാണ് പേളി മാണി ക്ഷമാപണവുമായി എത്തിയതെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. വീണ് കിട്ടിയ അവസരത്തിൽ പേളി മാണിയെ അനാവശ്യമായി കുറ്റപ്പെടുത്തുന്നവരും നിരവധിയാണ് എന്നുള്ള ആരോപണവുമുണ്ട്. എന്തായാലും വിശദീകരണ വീഡിയോയ്ക്ക് താഴെയും നെഗറ്റീവ് കമൻറ്റുകളാണ് കൂടുതലായും ഇങ്ങനെ നിറയുന്നത് എന്നുള്ളതൊരു പ്രശ്നമാണ്. CJP സമരത്തിനെതിരായ പേളിയുടെ നിലപാടും ആളുകളെ ആ നിലപാട് തന്നെയാണ് ആളുകളെ പ്രകോപിച്ചത് എന്ന് വ്യക്തമാണ്. ഇനി ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണവുമായി പേളിമാണി ഇനിയും വരുമോ എന്നൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. തൽക്കാലം RDX ഇവിടെ അവസാനിക്കുന്നു. ഗുഡ് നൈറ്റ്.